Dear children, this is our worksheet which we posted 2 days before. 2 ദിവസം മുമ്പ് നമ്മൾ ഇത് പോസ്റ്റ് ചെയ്തിരുന്ന വർക്ക്ഷീറ്റ് ആയിരുന്നു. How many squares with a length of 1 centimeter and a width of 1 centimeter can be constructed with the rectangle given below? Here we can see one rectangle. Its length is equal to 4 centimeter, breadth is equal to 3 centimeter. ഇനി നമ്മൾ ഈ പിക്ചറിലേക്ക് നോക്കിയേ. ഹിയർ കണ്ടു ചെയ്തോ, ഇവിടെ കട്ട് ചെയ്തെടുത്ത് കണ്ടോ, 1 centimeter ലെങ്ത്തും 1 centimeter ബ്രെഡ്ത്തുമുള്ള ഫസ്റ്റ് സ്ക്വയർ. ദിസ് ഇസ് ദ സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ, സെവൻത്ത് വൺ, എയ്ത്ത് വൺ, നയൻത്ത് സ്ക്വയർ, 10th സ്ക്വയർ, 11th സ്ക്വയർ, 12th സ്ക്വയർ. വി ഗോട്ട് 12 സ്ക്വയേഴ്സ്. ഓക്കെ, കണ്ടോ ഇവിടെ കണ്ടോ, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് 4 into 3, 12 സ്ക്വയേഴ്സ് നമുക്ക് കിട്ടി. 12 സ്ക്വയേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റി. What is the area of this rectangle? 4 into 3 is equal to 12 square centimeter. Both are same. Kando. Let's look next problem. How many squares with a length of 1 centimeter and a width of 1 centimeter can be constructed within the rectangle given below? ഈ rectangle നോക്കിയേ, 3 centimeter ഇവിടെ breadth ആണ്. Here 7 centimeter is the length. Then total number of squares is equal to 3 into 7, that is equal to 21 square centimeter is the area. So we can take or we can construct 21 squares from this figure. One, second one, third, fourth, fifth, sixth, seventh, 8th, 9th square, 10th square, 11, 12, 13, 14. This is the 15th square, 16th square, 17th one, 18th one, 19th one, 21, 21st. ഓക്കെ, 21 സ്ക്വയേഴ്സ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നോക്കൂ മക്കളെ. ഹൗ മെനി റെക്ടാങ്കിൾസ് ക്യാൻ ബി മെയ്ഡ് ടു കവർ ആൻ ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള റെക്റ്റാങ്കിളായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഏതൊക്കെ അളവുകളിൽ നമുക്ക് റെക്റ്റാങ്കിളിനെ വരയ്ക്കാൻ പറ്റും? അതിന് നോക്കൂ, ഫസ്റ്റ് വൺ നോക്കൂ, 4 into 3, 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതായത് ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഇറ്റ്സ് ലെങ്ത്ത് 4 centimeter, ഇറ്റ്സ് ബ്രെഡ്ത്ത് 3 centimeter. ലെറ്റ്സ് ലുക്ക്, വാട്ട് ഈസ് ദ ഏരിയ? 4 into 3, 12 ആണ്. ശരിയാണ്. ഇത് മാത്രമാണോ ഓപ്പർച്യൂണിറ്റി? അല്ല, മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. 6 into 2, 6 ഒരു സൈഡായിട്ട് എടുക്കാം. സപ്പോസ് ദിസ് സൈഡ് ഈസ് ഇക്വൽ ടു 6. ലെറ്റ്സ് ലുക്ക്, വാട്ട് ഇസ് ദ ബ്രെഡ്ത്ത്? ദാറ്റ് ഈസ് ഇക്വൽ ടു 2. ദെൻ വാട്ട് ഈസ് ദ ഏരിയ? 6 into 2 ഈസ് ഇക്വൽ ടു 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്പേഴ്സ് കിട്ടി. ഫസ്റ്റ് വൺ കിട്ടി 4 into 3 കിട്ടി. സെക്കൻഡ് വൺ 6 into 2. ഇനിയുണ്ട് ഓപ്പർച്യൂണിറ്റി. ഏതാണ് ഓപ്പർച്യൂണിറ്റി? We can draw a square like this, 1 centimeter one side and 2 centimeter another side. 12 into 1, that is also equal to 12 square centimeter. Numbers ഏതൊക്കെയാണ്? 4 into 3 we can take for getting 12 square centimeter. The number is 6 and 2 we can take for getting an area of 12 square centimeter. Number is 12 and 1 we can take for getting an area of 12 square centimeter. Here we can take 3 set of numbers for getting an area 12 square centimeter. First one 4 നോക്ക് മക്കളെ, 12 square centimeter ഏരിയ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് 3 set of numbers എടുക്കാം. First one 4 into 3, second one 6 into 2, third one 12 into 1. ഇതിലേത് സെറ്റ് എടുത്താലും നമുക്ക് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം അതിലുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ തന്ന വർക്ക്ഷീറ്റിലുള്ള പ്രോബ്ലം തന്നെയാണ്. ഈ പ്രോബ്ലത്തിൽ ചോദിക്കുന്നത് റെക്റ്റാങ്കിൾസ് ദാറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ടു കവർ ആൻ ഏരിയ ഓഫ് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ കവർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള റെക്റ്റാങ്കിൾസിനെ ഏതൊക്കെ സൈഡ്സ് ആയിട്ട് നമുക്ക് റെക്റ്റാങ്കിൾസ് എടുക്കാം? ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഹിയർ 7 into 3, 7 length, 3 breadth. This is the 7 into 3, that is equal to 21 square centimeter. Next opportunity 21 into 1, 21 square centimeter. This we can take. അപ്പോൾ ഇത് ഫസ്റ്റ് സെറ്റാണ്, ഇത് സെക്കൻഡ് സെറ്റാണ്.
അപ്പോൾ നോക്കിയേ, 2 സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കാം. 21 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ 7 × 3, സെക്കൻഡ് വൺ 21 × 1. ഓക്കെ, ഇനി നമുക്ക് വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സെഷൻ. ഫാക്ടേഴ്സ് ഓഫ് 12. ഇന്നലെ പറഞ്ഞതാണ് 12ൻ്റെ ഫാക്ടേഴ്സ്. Factors of 12 means, let's see, we can divide 12 by 1, remainder 0. 12ന് 1 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡർ വരുന്നില്ല, അതുകൊണ്ട് 1 is a factor. Next, number 2, we can divide 12 by 2. 6 2s are there, no remainder. Next one, 12 divided by 3, 4 is the answer, no remainder. Suppose we divide 12 by 4, 3 is the answer, no remainder. Let's see, we can check 12 by 6, that is equal to answer 2, there is no remainder. And 12 we can divide by using the number 12, there is answer is 1 and there is no remainder. അപ്പോൾ നമുക്ക് പറയാം 12 എന്ന നമ്പറിനെ ഈ നമ്പറുകൾ കൊണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ സേ 1 2 3 4 6 12 are the factors of 12. 12 എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആണ്, 12 എന്ന നമ്പറിൻ്റെ ഘടകങ്ങളാണ് 1ഉം 2ഉം 3ഉം 4ഉം 6ഉം 12ഉം. ഓക്കെ, 12 ഹാസ് 6 ഫാക്ടേഴ്സ് ഉണ്ട്. എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 6 ഫാക്ടേഴ്സ്. നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തല്ലോ, 1 2 3 4 6 12. 6 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര റെക്റ്റാങ്കിൾസ് വരയ്ക്കാൻ പറ്റി? 12ൻ്റെ നമ്പർ കൊണ്ട് നമുക്ക് എത്ര റെക്റ്റാങ്കിൾസാണ് വരയ്ക്കാൻ പറ്റിയത്? റെക്റ്റാങ്കിൾ 1, റെക്റ്റാങ്കിൾ 2, റെക്റ്റാങ്കിൾ 3, 3 റെക്റ്റാങ്കിൾസ് വരയ്ക്കാൻ പറ്റി. ആ ഫാക്ടേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ ഹാഫ് ആണ് നമുക്ക് പിന്നെ റെക്റ്റാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയത്. ലെറ്റ്സ് ലുക്ക് ദ നെക്സ്റ്റ് നമ്പർ 21. ഫാക്ടേഴ്സ് ആർ 1 3 7 21. 21 ഹാസ് 4 ഫാക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ 6 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ 3 റെക്റ്റാങ്കിൾസ് വരയ്ക്കാൻ പറ്റി. 4 ഫാക്ടേഴ്സ് ആകുമ്പോൾ 4ൻ്റെ ഹാഫ്, 2 റെക്റ്റാങ്കിൾസ് വി ക്യാൻ ഡ്രോ ഓർ വി ക്യാൻ കൺസ്ട്രക്ട്. 2 റെക്റ്റാങ്കിൾസ് വി ക്യാൻ കൺസ്ട്രക്ട്. അപ്പോൾ ഫാക്ടേഴ്സിൻ്റെ പകുതി എണ്ണമാണ് നമുക്ക് റെക്റ്റാങ്കിൾസ് വരയ്ക്കാൻ പറ്റിയത്, അത് ഓർത്താൽ മതി. ഇനി നമ്മൾ ഫാക്ടേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ ഒന്ന് നോക്കാം നമുക്ക്. വെൻ, ക്ലിയർ കുറവുണ്ട്, കുറച്ച് സൂം ഔട്ട് ചെയ്യാം. വെൻ എ നമ്പർ ഈസ് completely divisible by another number, then it is a factor of the given number. Very important point ആണ്. What is the factor of a number എന്ന് ചോദിച്ചാൽ, when a number is completely divisible by another number, then it is a factor of the given number. നേരത്തെ പറഞ്ഞ പോലെ 12 എന്ന നമ്പറിനെ, അതായത് ഒരു നമ്പറിനെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ അനദർ നമ്പർ, മറ്റൊരു നമ്പർ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ, 12 എന്ന നമ്പറിനെ മറ്റൊരു നമ്പറായ 3 കൊണ്ട് മാഷ് ഡിവൈഡ് ചെയ്തു, ആൻസർ 4 കിട്ടി. 4 × 3 12 എന്നാണല്ലോ. 4 കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ 3 ഈസ് ദ ഫാക്ടർ ഓഫ് 12 എന്ന് പറയാം. കൺസിഡർ അനദർ നമ്പർ 12 ഡിവൈഡഡ് ബൈ 6. ആൻസർ ഈസ് ഇക്വൽ ടു 2. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പറയാം 12ൻ്റെ ഫാക്ടർ ആണ് ആര്? 6. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി സെക്കൻഡ് വൺ, 1 ഈസ് എ ഫാക്ടർ ഓഫ് എവരി നമ്പർ. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. 1 ഈസ് എ ഫാക്ടർ ഓഫ് എവരി നമ്പർ. വി ക്യാൻ കൺസ്ട്രക്ട് എനി നമ്പർ. കൺസിഡർ ദ നമ്പർ 8. 8നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ് കിട്ടുക? 8 ആണ്. റിമൈൻഡർ 0 ആണ്. Consider the number 9. We can divide 9 by 1. Answer equal to 9. Remainder 0. Suppose 100 divided by 1. 100ൽ എത്ര 1 ഉണ്ട്? 100 ആണ്. 9ൽ എത്ര 1 ഉണ്ട്? 9 ആണ്. 8ൽ എത്ര 1 ഉണ്ട്? 8 ആണ്. അപ്പോൾ 1 is a common factor for every number. 1 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുകയേ വേണ്ട, എല്ലാ നമ്പറിൻ്റെയും ഒരു കോമൺ ഫാക്ടറാണ് ആര്? ഈ 1. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പോയിന്റ് അത്. തേർഡ് വണ്, ദ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ഓഫ് എ നമ്പർ ഈസ് ദ നമ്പർ ഇറ്റ് സെൽഫ്. അതായത് ഒരു നമ്പറിൻ്റെ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സെയിം നമ്പർ തന്നെയായിരിക്കും. സപ്പോസ് കൺസിഡർ ദ നമ്പർ 13.
1, we know that 13 divided by 1 is equal to 13. 1 is a factor. 1 ഒരു ഫാക്ടറാണ്, ബട്ട് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ. പക്ഷേ വലിയ ഫാക്ടർ അല്ല. 1 ഫാക്ടറാണ്, ഏറ്റവും വലിയ ഫാക്ടർ അല്ല. ഈ 13 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ എന്നാണ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് ഫാക്ടർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 13 എന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പർ. അതേത് തന്നെയാണ്? 13 തന്നെയാണ്. ആൻസർ 1 ഒന്ന് വരും. സപ്പോസ് കൺസിഡർ ചെയ്യുന്ന നമ്പർ 25. 25ന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. 1 ഉണ്ട്, 5 ഉണ്ട്, 25 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നേരം നമുക്ക് 25നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ ഫാക്ടർ 1 ആണ്. ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 25 തന്നെയാണ്. സോ 25ൻ്റെ ഒരു ഫാക്ടറാണ് ആര്? 25. ഈ ഫാക്ടറിൻ്റെ പ്രത്യേകതയുണ്ട്. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ. ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ്. ദ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ഓഫ് എ നമ്പർ ഈസ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഓരോ നമ്പറിൻ്റെയും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും. ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഒന്നുകൂടി പറയുകയാണ്. ഫസ്റ്റ് വൺ, when a number is completely divisible by another number, then it is a factor of the given number. നിങ്ങൾ ഇതൊക്കെ നോട്ടിലേക്ക് എഴുതി വെക്കണം കേട്ടോ. നോട്ട്ബുക്കിലേക്ക് ഈ ഭാഗമൊക്കെ കോപ്പി ചെയ്ത് വെക്കണം. ഓക്കെ, ഇവിടെ എഴുതി വെക്കുന്നത് മാഷ് കേട്ടോ. When a number is completely divisible by another number, then it is a factor of the given number. Second one, 1 is a factor of every number. This is the another point. And third point is equal to the greatest factor of a number is the number itself. Okay, now we are going to the next part, prime numbers. എന്താണ് പ്രൈം നമ്പേഴ്സ് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എന്തെങ്കിലും ഒന്നുകൂടി പറയാം. നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ മീനിങ് പ്രൈം നമ്പേഴ്സ്? നമ്മളെപ്പോഴും ഓർക്കേണ്ട വേർഡാണിത്, പ്രൈം നമ്പേഴ്സ്. ഇതൊക്കെ നോട്ടിലേക്ക് എഴുതി വെക്കണം കേട്ടോ. അതും അതിന് എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെക്കണം. നമ്പേഴ്സ് ഹാവിങ് ഓൺലി 2 ഫാക്ടേഴ്സ്. പ്രൈം നമ്പറിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കോളൂ. Numbers having only 2 factors are called prime numbers. നമ്മുടെ ക്ലാസ്സിന് മുന്നോട്ട് പോകുമ്പോൾ മാഷ് ഇടയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് ദ മീനിങ് പ്രൈം നമ്പർ. അന്നേരം നമ്മൾ പെട്ടെന്ന് പറയാൻ പറ്റണം. യു ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി ആൻസർ വെൻ മൈ ക്വസ്റ്റ്യൻ അറൈസ് വാട്ട് ഈസ് ദ മീനിങ് പ്രൈം നമ്പർ. മാഷ് എപ്പോഴെങ്കിലും നിങ്ങളോട് പ്രൈം നമ്പർ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കാതെ പറയാൻ പറ്റണം. പ്രൈം നമ്പർ എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ അടിയിൽ പതിഞ്ഞു വെക്കണം. വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമ്പേഴ്സ് ഹാവിങ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് ആർ കോൾഡ് പ്രൈം നമ്പേഴ്സ്. വൺ എക്സാമ്പിൾ നോക്കാം നമുക്ക്. 3. കൺസിഡർ നമ്പർ 3. 3 എന്ന നമ്പറിന് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഉള്ളത്? 1 കോമൺ ഫാക്ടറാണെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ നമ്പറിൻ്റെയും ഫാക്ടറാണ് 1. പിന്നെ എല്ലാ നമ്പറിൻ്റെയും മറ്റൊരു ഫാക്ടറാണ് ഇത് 3. എല്ലാ നമ്പറിൻ്റെയും അല്ല, ആ നമ്പറിൻ്റെ ഒരു ഫാക്ടറാണെന്ത്? ദ നമ്പർ ഇറ്റ് സെൽഫ്. സോ ഹിയർ ദ നമ്പർ 3. സോ 3 ഇറ്റ് സെൽഫ് ഈസ് എ ഫാക്ടർ ഓഫ് 3. ദീസ് ആർ ദ 2 ഫാക്ടേഴ്സ് ഓഫ് 3. ഈ 3ക്ക് ഇനി മറ്റൊരു ഫാക്ടർ ഉണ്ടോ? ഇതിന് താഴെ നമ്പർ, ഇടയിലൊരു നമ്പർ ഉണ്ടല്ലോ ബിറ്റ്വീൻ, ദാറ്റ്സ് നമ്പർ 2. ക്യാൻ വി കംപ്ലീറ്റ്ലി ഡിവൈഡ് 3 ബൈ യൂസിങ് 2? 2 ഉപയോഗിച്ച് 3യെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഒരു 2 ഡിവൈഡ് ചെയ്താൽ ബാക്കി 1 റിമൈൻഡർ വരും. അതുകൊണ്ട് 2വിനെ നമ്മളിവിടെ ഫാക്ടറായിട്ട് എടുത്തിട്ടില്ല. ശരിയല്ലേ? സോ വി ക്യാൻ സേ ഫാക്ടേഴ്സ് ഓഫ് 3 ആർ 1 ആൻഡ് 3. നൗ വി ക്യാൻ ചെക്ക് അനദർ നമ്പർ 2. വിച്ച് ആർ ദ ഫാക്ടേഴ്സ്? 1, 2. ലെറ്റ്സ് ലുക്ക് അനദർ വൺ, 5. ഫാക്ടേഴ്സ് 1, 5. ഓക്കെ, ലുക്ക് 6, 1 ഫാക്ടറാണ്, 2 ഫാക്ടറാണ്. ബിക്കോസ് 6 ഡിവൈഡഡ് ബൈ 2 ഇസ് ഇക്വൽ ടു 3 അല്ലേ വരുന്നത്. അതുകൊണ്ട് 2 ഫാക്ടറാണ്. ഈ 3 നോക്കിയേ, 3യും ഒരു ഫാക്ടറാണ്. 6 ഡിവൈഡഡ് ബൈ 3 ഇസ് ഇക്വൽ ടു 2 ആണ്. ഇനി ആ നമ്പറും ഒരു ഫാക്ടറാണല്ലോ, സെയിം നമ്പർ. അതുകൊണ്ട് 6ഉം ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ 1ഉം 2ഉം 3യും 6ഉം 4 ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇത് എന്തല്ല? ദിസ് ഈസ് നോട്ട് പ്രൈം നമ്പർ. നോട്ട് പ്രൈം നമ്പർ ആണെന്ത്? 6 നോട്ട് പ്രൈം. ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്. 3യും 2ഉം 5ഉം ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സായി 1ഉം ആ നമ്പറും മാത്രമേ വരുന്നുള്ളൂവെങ്കിൽ അതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സാണെന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതി നോക്കാം നമുക്ക്. 1 ഈസ് ഓൺലി 1 ഫാക്ടർ. 1 എന്തായിരിക്കും?
ഒരു ഫാക്ടർ ആയിട്ടുണ്ടാകും. There are only 2 factors for prime numbers 2, 3, 5, 7, 11, 13, 17. നോക്കൂ, 2 എന്ന നമ്പറിന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, 1 and 2. 3 എന്ന നമ്പറിന് 2 ഫാക്ടേഴ്സ്, 1 and 3. Factors of 5 are 1 and 5. Factors of 7 are 1 and 7. Factors of 11 are 1 and 11. Factors of 13, 1 and 13. Factors of 17, 1 and 17. Okay. Only 3 third point. Only 3 factors for numbers that are the product of the same prime numbers. Very important point ആണ്. നോക്കൂ, ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാണ് നമ്മളിവിടെ കണ്ടെത്തിയേ? ലെറ്റ്സ് ലുക്ക്. ഇതിൻ്റെ കളറും ചേഞ്ച് ചെയ്യട്ടെ. നോക്കൂ, ഫസ്റ്റ് പ്രൈം നമ്പർ 2 കാണുന്നുണ്ടോ? 2 എന്ന പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റാണ് 4. 2 എന്ന പ്രൈം നമ്പറിൻ്റെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റാണ് 4. അതായത് 4 എന്ന് പറയുന്നത് 2 എന്ന പ്രൈം നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അല്ലേ? ഇനി നോക്ക്, തൊട്ടടുത്ത പ്രൈം നമ്പറായ 3യെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 3 × 3 9 എന്ന് കിട്ടി. നെക്സ്റ്റ് വൺ നോക്ക്, തേർഡ് വൺ 5 എന്ന നമ്പറിനെ 5 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 എന്ന ആൻസർ കിട്ടി. ശരിയല്ലേ? ഇനി നോക്ക്, നെക്സ്റ്റ് വൺ 7നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? 49 ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താണ്? ഓൺലി 3 ഫാക്ടേഴ്സ് ഫോർ നമ്പേഴ്സ് ദാറ്റ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് ദ സെയിം പ്രൈം നമ്പേഴ്സ്. ഒരു പ്രൈം നമ്പറിനെ ആ പ്രൈം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ, അങ്ങനത്തെ ആൻസറുകൾക്ക് 3 ഫാക്ടേഴ്സേ ഉണ്ടായിരിക്കുകയുള്ളൂ. നോക്കാം നമുക്ക്. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ അല്ലേ 4. ആ 4ൻ്റെ ഫാക്ടേഴ്സ് എന്ന് എഴുതി നോക്കാം. ഫാക്ടേഴ്സ് 1 ഒരു ഫാക്ടറാണ്, 2 ഒരു ഫാക്ടറാണ്, 4 ഒരു ഫാക്ടറാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 3 ആണ്. ഇനി സെക്കൻഡ് വൺ നോക്കാം നമുക്ക്. 9 എന്ന് പറയുന്നത് സെക്കൻഡ് പ്രൈം നമ്പറായ 3യെ 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണ്. ഓക്കെ, നമുക്ക് ഫാക്ടേഴ്സ് 1 ആണ്, 3 ആണ്, 9 ആണ്. 3 ഫാക്ടേഴ്സ് ആണ്. ഇനി 25 ആണെങ്കിലോ, 25ൻ്റെ ഫാക്ടേഴ്സ് 1 ആണ്, 5 ആണ്, 25 ആണ്. 25 എന്ന നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത്? തേർഡ് പ്രൈം നമ്പറായ 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 25 കിട്ടുന്നത്. അതിൻ്റെ ഫാക്ടേഴ്സ് 1ഉം 5ഉം 25ഉം ടോട്ടൽ 3 ആണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഓൺലി 3 ഫാക്ടേഴ്സ് ഫോർ നമ്പേഴ്സ് ദാറ്റ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് ദ സെയിം പ്രൈം നമ്പേഴ്സ്. സെയിം പ്രൈം നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറുകളുടെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം എന്തായിരിക്കും? 3 ആയിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ്. ഓൺലി 4 ഫാക്ടേഴ്സ് ഫോർ നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മറ്റൊരു പോയിന്റ് കേട്ടോ. നോക്ക് എന്താ പറയുന്നത് നോക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് വലുതാക്കട്ടെ. Let's see. Okay. Only 4 factors for numbers multiplied by 2 different prime numbers. 2 different prime numbers എടുക്കാം നമുക്ക്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്? 2 ഒരു പ്രൈം നമ്പറാണ്, 5 മറ്റൊരു പ്രൈം നമ്പറാണ്. 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 10 ആണ്. 10 വരുമ്പോൾ അതിന് കിട്ടുന്ന ഫാക്ടേഴ്സിൻ്റെ എണ്ണ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് കിട്ടുക? 4. നോക്കാം നമുക്ക്. 1 ഈസ് എ ഫാക്ടർ, 2 ഈസ് എ ഫാക്ടർ, 5 ഈസ് എ ഫാക്ടർ ആൻഡ് 10 ഈസ് എ ഫാക്ടർ. 10 എന്ന നമ്പറിന് വി ഹാവ് ഓൺലി 4 ഫാക്ടേഴ്സ് ഫോർ ദ നമ്പർ 10. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈസ് ഈക്വൽ ടു 4. ലെറ്റ്സ് ലുക്ക് അനദർ വൺ. 21. 21 ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് ആർ 3 and 7. നമ്മൾ പറഞ്ഞു പിന്നെ 4 ഫാക്ടേഴ്സേ ഉണ്ടാവുകയുള്ളൂ ഏത് നമ്പറിന്? അതായത് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറുകൾക്ക് 4 ഫാക്ടേഴ്സേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നോക്ക്, 21 എന്ന് പറയുന്നത് 3യെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 3 എന്ന പ്രൈം നമ്പറിനെ 7 എന്ന മറ്റൊരു പ്രൈം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന നമുക്ക് ഫാക്ടേഴ്സിൻ്റെ എണ്ണം എന്താണ്?
4 ഫാക്ടേഴ്സ് ആയിരിക്കും. അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് തേർഡ് പോയിന്റ്, ഇതിങ്ങനെ ചെയ്തതിന് ശേഷം കുട്ടികൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചതിന് ശേഷം താഴെ എന്ത് ചെയ്യണമെന്നറിയോ? പിന്നെ ഇത് ഫസ്റ്റ് എക്സാമ്പിൾ അല്ലേ? This is the first example, second example. You want to write third example, fourth example and fifth example. 3 more additional examples you want to write in your notebook. Okay. Second one, when multiplied by 3 times same prime numbers, 3 times the same prime numbers, there are only 4 factors for multiplicative numbers. See, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൈം നമ്പറിനെ നേരത്തെ നമ്മൾ 2 തവണ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ അതിന് പകരം പറഞ്ഞിരിക്കുന്നത് 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 ടൈംസ് എന്ന് പറയുമ്പോൾ 2 × 2 × 2 ആൻസർ ഈസ് ഈക്വൽ ടു 8. ഫാക്ടേഴ്സ് എത്ര എണ്ണ വരാൻ പാടുള്ളൂ? 4 ഫാക്ടേഴ്സ് വരാൻ പാടുള്ളൂ. വി ക്യാൻ ചെക്ക്. 8 ഈസ് ദ നമ്പർ. ഫാക്ടേഴ്സ് ആർ 1, 2, 4, 8. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 4 തന്നെയാണ്. ഇയർ ലെറ്റ് സി, ഇവിടെ നമ്മൾ 3 എന്ന പ്രൈം നമ്പറിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. 3, 3, 3, 27. ഫാക്ടേഴ്സ് ആർ 1, 3, 9, 27. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 4 ആണ്. അപ്പോൾ ഇനി നിങ്ങൾ യു വാണ്ട് ടു റൈറ്റ് നെക്സ്റ്റ് 3 മോർ എക്സാമ്പിൾസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ, ഇറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, ആൻഡ് യു വാണ്ട് ടു റൈറ്റ് തേർഡ് വൺ, ലേറ്റർ ഫോർത്ത്, ആഫ്റ്റർ ഫിഫ്ത്ത് വൺ. ഓക്കെ, ടോട്ടൽ 5 എക്സാമ്പിൾസ് വി നീഡ്. നമുക്ക് 5 എക്സാമ്പിൾസ് വേണം. Only 2 examples we described here. Okay, ഇത് നോക്കാം നമുക്ക്. When multiplied by 4 times the same prime number, same prime നമ്പറിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആൻസർ വരുന്നത് നോക്ക്. 2 എന്ന നമ്പറിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 16 എന്ന് കിട്ടി. ഫാക്ടേഴ്സ് 1, 2, 4, 8, 16. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? 5 ആണ്. മറ്റൊരു എക്സാമ്പിൾ 3 ടൈംസ്, സോറി, പിന്നെ അടുത്ത പ്രൈം നമ്പറിനെ നമ്മൾ 4 ടൈംസ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. 3, 3, 3, 3. അപ്പോൾ എത്ര വന്നു? ആൻസർ 81 ആണ്. 81 ഫാക്ടേഴ്സ് 1, 3, 9, 27, 81. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ ഒറ്റ എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ അഡീഷണൽ എക്സാമ്പിൾസ് എഴുതണം. ഓക്കെ, അടുത്ത 1 ഇത് ഫസ്റ്റ് എക്സാമ്പിൾ, സെക്കൻഡ്. ഇനിയിപ്പോൾ നിങ്ങൾ 4നെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് കാണണം. അതിൻ്റെ ഫാക്ടേഴ്സ് എത്രയാണെന്ന് കണ്ടെത്തണം. എത്രണ്ണേ ഉണ്ടാവുള്ളൂ? 5 ഉണ്ടാവുള്ളൂ. ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൺലി 8 ഫാക്ടേഴ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്. ഇനി നോക്ക്, 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. നേരത്തെ നമ്മൾ സെയിം പ്രൈം നമ്പറിനെയാണ് മൾട്ടിപ്ലൈ ചെയ്തത്. Here we can take 3 different prime numbers. First one 2, second one 3, and third one 5. We can multiply 2 into 3, 6 into 5. Answer is equal to 30. Our answer, we got 8 factors. Factor 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് ഉള്ളത്? ഈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇസ് ഇക്വൽ ടു 8. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് ആക്ടിവിറ്റി എഴുതണം, തേർഡ് എഴുതണം, ഫോർത്ത് എഴുതണം, ഫിഫ്ത്ത് എഴുതണം. എഴുതിയിട്ട് ഫാക്ടേഴ്സിൻ്റെ എണ്ണം വരുന്നത് 8 ആണോ നോക്കണം. കേസ് ഏതാണ്? 3 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫാക്ടേഴ്സിൻ്റെ എണ്ണം 8 ആണോ വരുന്നത് നോക്കണം. ദാറ്റ് ഈസ് എ നെക്സ്റ്റ് ടാസ്ക്. ഇനി നിങ്ങൾക്ക് ആക്ടിവിറ്റി 1ഉം ആക്ടിവിറ്റി 2ഉമായിട്ട് എഴുതാനുണ്ട്. ആക്ടിവിറ്റി 1 ഇതാണ്. സി, ദിസ് ഈസ് ദ ആക്ടിവിറ്റി നമ്പർ 1. ഐ വിൽ സൂം ഔട്ട് ഇറ്റ്. ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്പർ 1 ഫാക്ടേഴ്സ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. 1ന് നമുക്കൊരു എക്സെപ്ഷൻ കേസാണ് കേട്ടോ. 1 എഴുതണ്ട. നെക്സ്റ്റ് 1, കാരണം 1 എന്ന് പറഞ്ഞ സിംഗിളിന് ഒറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് 2വിൻ്റെ ഫാക്ടേഴ്സാണ് 1ഉം 2ഉം, അതിന് 2 എന്ന് എഴുതി. നെക്സ്റ്റ് 3യെ 1ഉം 3ഉം എഴുതി 3 എന്ന് എഴുതി. ഇനി ഫോർത്ത് 1, 2, 4 എന്ന് എഴുതി. ഫാക്ടേഴ്സ് 2 into 2 എന്ന് എഴുതി. അതിനെ പ്രൊഡക്റ്റാക്കി എഴുതണം പ്രൈം നമ്പേഴ്സിൻ്റെ. ലെറ്റ്സ് സി, നമുക്കിവിടെ നോക്കാം. ഇവിടെ ഫാക്ടേഴ്സ് 1 ആണ്, 5 ആണ്, 2 ഫാക്ടേഴ്സ്. അതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും? പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് അത് എഴുതാൻ പറ്റില്ല, കാരണം 5 മാത്രം എഴുതിയാൽ മതി. 1നെ നമ്മളിപ്പോൾ പിന്നെ പ്രൈം നമ്പറോ കോമ്പോസിറ്റ് നമ്പറോ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. 1, 2, 3, 6. ദീസ് ആർ ദ ഫാക്ടേഴ്സ്. കാണുന്നില്ലേ? ഓക്കെ, സി, അപ്പോൾ നമ്മൾ 1, 2, 3, 6 ഇതിനെ പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? 2 into 3. നെക്സ്റ്റ് 1, 7.
ഇതിനെയും പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ 7 എന്നിങ്ങനെ എഴുതിയാലും മതി. അങ്ങനെ നിങ്ങൾ പിന്നെ കുറച്ച് ആക്റ്റീവ് 10 ഒരു 50 വരെയുള്ള നമ്പേഴ്സ് എഴുതണം. റൈറ്റ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് ദ മൾട്ടിപ്ലൈസ് 1 to 50, 1 മുതൽ 50 വരെയുള്ള നമ്പർ ഇങ്ങനെ നമ്പർ എന്ന കോളത്തിൽ എഴുതുക, ഫാക്ടേഴ്സ് എഴുതുക, പിന്നെ അതിൻ്റെ പ്രോഡക്റ്റ് ഇങ്ങനെ എഴുതുക. ഓക്കെ, അതാണ് ആക്ടിവിറ്റിയിലുള്ളത്. ഇനി നമുക്കിതും കൂടി ചെയ്യാനുണ്ട്. ക്ലാസിഫൈ ദ നമ്പേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, പിന്നെ ഫാക്ടേഴ്സിൻ്റെ ബേസിൽ ഇതിനൊന്ന് ക്ലാസിഫൈ ചെയ്യണം. നോക്കൂ, നമ്പർ വിത്ത് ഓൺലി 1 ഫാക്ടർ, ഒരൊറ്റ ഫാക്ടറുള്ള ഒരേ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നമ്പർ വിത്ത് 2 ഫാക്ടേഴ്സ് ഓൺലി, അത് ഏതാണ് 2, 3, 5, 7, 11, 13 അങ്ങനെ പോകും. ഈ നമ്പറുകൾക്ക് പറയുന്ന പേരാണെന്ത്, പ്രൈം നമ്പേഴ്സ്. നമ്പർ വിത്ത് 2 ഫാക്ടേഴ്സ് ഓൺലി, വി ആർ ടോക്കിംഗ് ഇറ്റ് ആസ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ഇറ്റ്സ് ഫാക്ടേഴ്സ് ആർ 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ, നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ഇതാണ്. പിന്നെ നമ്പർ വിത്ത് 3 ഫാക്ടേഴ്സ് ഓൺലിയിലെ കുറച്ച് നമ്പറുകൾ എഴുതാം. 4 ഫാക്ടേഴ്സ് മാത്രം ഉള്ളത് കുറച്ച് എഴുതണം. 5 ഫാക്ടേഴ്സ് ഉള്ളത് കുറച്ച് എഴുതണം. 6 ഫാക്ടേഴ്സ് ഉള്ളത് കുറച്ച് എഴുതണം. 7 ഫാക്ടേഴ്സ് ഉള്ളത് ഒക്കെ ഒരു 5 or 6 എക്സാമ്പിൾ ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, ദീസ് ആർ ഒക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കേണ്ടതാണ്. 1, 2, 3, 4, 5. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ആക്ടിവിറ്റി കൂടിയുണ്ട്, അത് ആക്ടിവിറ്റി നമ്പർ 2 ആണ്. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഫൈൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് numbers that the number of factors come as an odd number. ഓഡ് നമ്പർ ഫാക്ടറുകളുടെ എണ്ണമായി വരുന്ന നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരൊറ്റ നമ്പർ ഞാൻ എക്സാമ്പിൾ പറയാം. സപ്പോസ് കൺസിഡർ ദ നമ്പർ 4. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് നമ്പർ 4? ഫാക്ടേഴ്സ് ആർ 1, 2, 4. Total number of factors equal to 3. That is equal to odd number. Next look, next number 9. Factors are 1, 3, 9. Total number of factors equal to 3. You want to identify what is the peculiarities of these numbers, which the number of factors is equal to 3. ഫാക്ടറുകളുടെ എണ്ണം 3 വരുന്ന ഇത്തരത്തിലുള്ള നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കണം. ഇനി നമുക്ക് അടുത്ത നമ്പർ ഏതാ വരുന്നതെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 3 ഫാക്ടേഴ്സ് വരുന്ന നമ്പർ ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെന്തെങ്കിലും ആ നമ്പറുകൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി 2. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റികളൊക്കെ വളരെ വൃത്തിയിൽ നോട്ട്ബുക്കിൽ റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് കേട്ടോ. ഇത് എഴുത്ത് ക്ലിയർ കുറവുണ്ടാവും, മാഷ് പെട്ടെന്ന് എഴുതുന്നതാണ് കേട്ടോ. ഇനി കമ്പ്യൂട്ടറിൽ എഴുതാനും പ്രയാസമാണ്, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നതാണ്, ശ്രദ്ധിക്കുക. റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം ഈ ആക്ടിവിറ്റീസൊക്കെ. ആക്ടിവിറ്റി 1ഉം പിന്നെ മുകളിൽ ഓരോ എക്സാമ്പിൾസ് ആഡ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഉടനെ തന്നെ ചെയ്തു വെക്കണം. അടുത്ത ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും, അതിന് മുമ്പ് പൂർത്തീകരിക്കണം. നോട്ട്ബുക്ക് ചിലരുടെയൊക്കെ മാഷ് പോസ്റ്റ് ചെയ്യാൻ പറയും, അന്നേരം അത് പേജിൽ നിന്ന് അയച്ചു തരികയും വേണം. ഓക്കെ.